നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം ഭീഷ്മപുരാണം. ശാപവൃത്താന്തം അറിഞ്ഞ് വസുക്കൾ മഹർഷിയുടെ അടുക്കൽ ഓടിയെത്തി. അവർ മുനിയെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, എൻ്റെ ശാപം വൃഥാവിലാവില്ല. നിങ്ങൾ മർത്യരായി പിറന്നേ തീരൂ. എന്നാൽ നിങ്ങളിൽ 7 പേർക്ക് പിറന്നാലുടൻ തന്നെ മർത്യജന്മത്തിൽ നിന്ന് മോചനം ലഭിക്കും. പക്ഷെ പശുവിനെ പ്രേയസിയുടെ പ്രേരണ കൊണ്ട് അപഹരിച്ച ദ്യോവ് വളരെ നാളുകൾ മർത്യനായി ജീവിക്കേണ്ടി വരും. സ്ത്രീയുടെ ഇംഗിതത്തിന് വശംവദനായ അവൻ സ്ത്രീസുഖവർജിതനായി തീരും. എങ്കിലും അവൻ സർവധർമ്മജ്ഞാനിയും സർവശാസ്ത്ര വിശാരദനും ആയിരിക്കും. മഹാഭിഷൻ എന്ന രാജാവ് ഭൂമിയിൽ ജനിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയായി ഭൂമിയിൽ ജീവിക്കണമെന്ന് ബ്രഹ്മാവ് എന്നെ ശപിച്ചിരുന്നുവല്ലോ. ആ ശാപത്തിൻ്റെ ദുഃഖവും പേറി വരുമ്പോഴാണ് എന്നെപ്പോലെ തുല്യ ദുഃഖിതരായ അഷ്ടവസുക്കളെ ഞാൻ കാണുന്നത്. അവരെല്ലാം എൻ്റെ പുത്രന്മാരായി ജനിക്കാമെന്നും ജനിച്ചാൽ ഉടൻ തന്നെ അവരെ ഗംഗയിലൊഴുക്കി അവർക്ക് ശാപമോക്ഷം നേടിക്കൊടുക്കണമെന്നും അവർ എന്നോട് അപേക്ഷിച്ചു. ഞാനത് മിക്കവാറും സമ്മതിച്ചു. പക്ഷേ ഒരു പുത്രനെയെങ്കിലും രാജാവിന് നൽകണമെന്ന് ഞാൻ നിർബന്ധിച്ചപ്പോൾ അവർ അതിന് അനുകൂലിച്ചു. ദ്യോവ് വളരെ നാൾ മനുഷ്യനായി ജീവിക്കണമെന്നും വസിഷ്ഠൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ. വസുക്കൾ അവർക്കുള്ള ശക്തിയിൽ 8-1 വീതം ജീവിച്ചിരിക്കുന്ന ആൾക്ക് നൽകാമെന്നും സമ്മതിച്ചു. ഇപ്രകാരമുള്ള വ്യവസ്ഥയിലാണ് ഞാനും വസുക്കളും പിരിഞ്ഞത്. ഇപ്പോൾ അവരിൽ 7 പേരും ശാപവിമുക്തരായിരിക്കുന്നു. അവരോട് ഞാൻ പറഞ്ഞ് രക്ഷപ്പെടുത്തിയ ഈ കുഞ്ഞ് അങ്ങയ്ക്കുള്ളതാണ്. ഇവനെ ഞാൻ കൊണ്ടുപോയി വളർത്തി യഥാകാലം അങ്ങയെ ഏൽപ്പിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ഗംഗാദേവി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അപ്രത്യക്ഷയായി. ഗംഗാദേവിയുടെ വേർപാട് ശന്തനുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവരെ ഓർത്ത് അത്യധികം വിലപിച്ചുവെങ്കിലും രാജകാര്യങ്ങളിൽ വേണ്ടതുപോലെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണം നാനാജാതി മതങ്ങൾക്കും ഒരുപോലെ തൃപ്തികരമായിരുന്നു. അദ്ദേഹം സത്യസന്ധനും ധർമ്മജ്ഞനുമായിരുന്നു. പക്ഷിമൃഗാദികൾ ഉൾപ്പെടെയുള്ള എല്ലാ ചരാചരങ്ങളെയും അദ്ദേഹം സ്നേഹിച്ചു. കാമാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടമായത് ധർമ്മമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദർശം മറ്റ് രാജാക്കന്മാർ മാതൃകയായി അംഗീകരിച്ചു. എല്ലാ രാജാക്കന്മാരും ചേർന്ന് അദ്ദേഹത്തെ രാജാതിരാജനായി വാഴിച്ചു. ഇനി ദേവവ്രതൻ. കാലം അങ്ങനെ നീങ്ങി. ഒരിക്കൽ അദ്ദേഹം മനത്തിൽ നായാടുന്ന വഴി ഗംഗാതീരത്തെത്തി. ഗംഗയുടെ ആ ഭാഗത്ത് പതിവിലും കുറവായിട്ടാണ് വെള്ളം കണ്ടത്. ഗംഗാനദിയിൽ വെള്ളം ഇത്രയും കുറവായി ഇതിനു മുമ്പ് അദ്ദേഹം കണ്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു. അദ്ദേഹം നദിക്കരയിൽ കൂടി നദിയുടെ മുകൾ ഭാഗത്തേക്ക് നടന്നു. കുറച്ചു ദൂരം പോയപ്പോൾ ഗംഗയുടെ മധ്യത്തിൽ ഒരു ചിറ തീർത്ത് വെള്ളം തടയപ്പെട്ടിരിക്കുന്നതായി കണ്ടു. ആ ചിറ സാധാരണ ചിറ ആയിരുന്നില്ല. ഒരമ്പിന്മേൽ മറ്റൊരമ്പ് എയ്തു കോർത്ത് അതിന്മേൽ വീണ്ടും വീണ്ടും അമ്പുകൾ എയ്ത് തർപ്പിച്ച് കെട്ടിപ്പൊക്കിയതായിരുന്നു ആ ചിറ. തേജസ്വിയായൊരു കുമാരൻ ഗംഗയുടെ കരയിൽ നിന്നുകൊണ്ട് പിന്നെയും പിന്നെയും അമ്പുകൾ എയ്ത് ചിറയുടെ ഉയരം കൂട്ടിക്കൊണ്ടിരുന്നു. രാജാവ് അത്ഭുതത്താൽ ആവിഷ്ടനായി അല്പനേരം നിന്നുപോയി. കുമാരനാവട്ടെ ഒന്നും ശ്രദ്ധിക്കാതെ തുടർന്നും അമ്പുകൾ എയ്തുകൊണ്ടിരുന്നു. അതുല്യ വിക്രമനായ കുമാരനെ കണ്ടിട്ട് ആരാണെന്ന് രാജാവിന് മനസ്സിലായില്ല. രാജാവ് അതുവഴി വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ഗംഗാദേവി പുത്രനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോകാൻ ഭാവിച്ചു. തന്നെ വിട്ടിട്ട് പോകരുത് എന്ന് പുത്രൻ അമ്മയോട് അപേക്ഷിച്ചുവെങ്കിലും അമ്മ അത് ചെവിക്കൊള്ളാതെ ഗംഗയിൽ മുങ്ങി അന്തർദാനം ചെയ്യുകയാണ് ഉണ്ടായത്. തന്മൂലം ഗംഗയുടെ ഒഴുക്ക് തീർക്കാൻ വേണ്ടിയാണ് കുമാരൻ ഇപ്രകാരം ചിറകെട്ടിയത്. ശന്തനു മഹാരാജാവ് കുമാരൻ്റെ അടുത്തേക്ക് നീങ്ങി. എന്നാൽ ഞൊടിക്കുള്ളിൽ കുമാരൻ അപ്രത്യക്ഷനായി. രാജാവിൻ്റെ അത്ഭുതം ശതഗുണീഭവിച്ചു. തൻ്റെ പുത്രനാണോ ഈ കുമാരൻ എന്ന രാജാവിന് നേരിയ സംശയമുണ്ടായി. അദ്ദേഹം ഹൃദയം തുറന്ന് ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചു. ദേവി, എൻ്റെ പുത്രനെ കാണിച്ചു തരണമേ. സർവാഭരണ വിഭൂഷിതയായി ദിവ്യ വസ്ത്രാലങ്കാരങ്ങളോടെ കുമാരനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഭാഗീരഥി രാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇവൻ അങ്ങയുടെ പുത്രനാണ്. ഞാൻ ഇവനെ ഇത്രയും നാൾ വളർത്തി. ഇവൻ വസിഷ്ഠനിൽ നിന്ന് സമസ്ത വേദങ്ങളും അഭ്യസിച്ചു. ഇവൻ വില്ലാളി വീരനാണ്. ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ സുസമ്മതനായ ശുക്രാചാര്യനിൽ നിന്ന് ഇവൻ എല്ലാ വിദ്യകളും പഠിച്ചിട്ടുണ്ട്. അസ്ത്രവിദ്യയിൽ ഇവൻ ഇന്ദ്രന് തുല്യനാണ്. ധനുർവേദപാരംഗതനായ പരശുരാമൻ അസ്ത്രവിദ്യയ്ക്ക് പുറമെ മീമാംസ, ന്യായം, പുരാണം, സ്മൃതി തുടങ്ങിയ സാങ്കോപാംഗങ്ങളും ഇവനെ അഭ്യസിച്ചിട്ടുണ്ട്. ഇവന് രാജ്യധർമ്മങ്ങളെല്ലാം അറിവുണ്ട്. ഇവനെയും കൂട്ടി രാജധാനിയിലേക്ക് പോയാലും. ശന്തനു മഹാരാജാവ്
ഉൾപ്പുളകം കൊണ്ടു. കുമാരൻ ശന്തനുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ശന്തനു കുമാരനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മാറോടടച്ചു. അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. ഗംഗാദേവി തിരോധാനം ചെയ്തു. രാജാവ് പുത്രനോടുകൂടി ഹസ്തനപുരിയിലെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അമാത്യന്മാരും പ്രജകളും അത്യന്തം സന്തോഷിച്ചു. ഗുണവാനും യോഗ്യനുമായ പുത്രനെ ലഭിച്ചതിൽ രാജാവ് അഭിമാനിച്ചു. പുത്രന് ദേവവ്രതൻ എന്നു പേരിട്ടു. അദ്ദേഹത്തെ ഗാംഗേയൻ എന്നും വിളിച്ചു വന്നു. ദേവവ്രതനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. യുവരാജാവായ ദേവവ്രതൻ അച്ഛനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചു വന്നു. കുറഞ്ഞ കാലത്തിനുള്ളിൽ അവൻ്റെ ബുദ്ധിശക്തിയും ഭരണപാടവവും എല്ലാവർക്കും ബോധ്യമായി. ദേവവ്രതൻ എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും വിശ്വാസവും ആർജിച്ചു. ഇനി ശന്തനുവും സത്യവതിയും. വർഷങ്ങൾ 4-5 കടന്നുപോയി. ഒരു ദിവസം ശന്തനു മഹാരാജാവ് നായാട്ടിന് പോയി. അദ്ദേഹം യമുനാ തീരത്തെത്തി. അവിടെ എല്ലാം ഹൃദ്യമായ കസ്തൂരി ഗന്ധം പരന്നിരിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഈ ഗന്ധം എവിടെ നിന്ന് വരുന്നു എന്ന് ആശ്ചര്യപ്പെട്ട രാജാവ് അതിൻ്റെ ഉറവിടം തേടി ചുറ്റി നടന്നു. പുഴക്കടവിൽ നിന്നിരുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നാണ് ഈ ഗന്ധം പുറപ്പെടുന്നത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അവൾ അപ്സരസിനെ പോലെ സുന്ദരിയായൊരു ദിവ്യകന്യകയായിരുന്നു. രാജാവ് അവളുടെ അടുത്തെത്തി മധുരമായി ചോദിച്ചു, ഹേ മനോഹരി, നീ ഏതാണ്? നിന്റെ അച്ഛൻ ആരാണ്? പ്രത്യക്ഷത്തിൽ തന്നെ ഉന്നത കുലജാതൻ എന്ന് തോന്നുന്ന ഒരു പുരുഷൻ ഏകയായി നിൽക്കുന്ന ഒരു യുവതിയുടെ അടുത്തെത്തി ഇപ്രകാരം ചോദിച്ചപ്പോൾ യുവതി ഭീതിയോടെ എഴുന്നേറ്റു. അവളുടെ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം കണ്ട് രാജാവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ആരാണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? അവൾ അദ്ദേഹത്തെ സാഗൂതം നോക്കി വിനയാനിതയായിട്ട് പറഞ്ഞു, ഞാനൊരു മുക്കുവ പെണ്ണാണ്. എൻ്റെ പേര് സത്യവതി എന്നാണ്. എൻ്റെ അച്ഛൻ ഈ നാട്ടിലെ മുക്കുവരുടെ തലവനാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവിടെ തോണി കടത്തുകയാണ്. അവളുടെ മധുരമായ സംഭാഷണവും അന്യൂനമായ സൗന്ദര്യവും അതിലുപരിയായി അവളിൽ നിന്ന് നിർഗമിച്ചിരുന്ന സുഗന്ധവും ശന്തനുവിനെ അടാതെ ആകർഷിച്ചു. അവൾ ദാശകന്യകയാണെങ്കിലും ദേവകന്യകയെ പോലെയാണ് രാജാവിന് തോന്നിയത്. ശന്തനു അവളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചറിഞ്ഞു. അദ്ദേഹം വീട്ടിലെത്തി അച്ഛനായ മുക്കുവ തലവനെ കണ്ടു. രാജ്യം ഭരിക്കുന്ന രാജാവ് തൻ്റെ വീട്ടിൽ വന്നപ്പോൾ മുക്കുവൻ ഭയസംഭ്രമങ്ങളോടെ ചാടി എണീറ്റ് രാജാവിനെ താണുകൂപ്പി ആദരവോടെ നിന്നു. രാജാവ് ചോദിച്ചു, അങ്ങയുടെ മകളെ എനിക്ക് നൽകുമോ? മുക്കുവന് രാജാവിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുക്കുവനായ തൻ്റെ മകളെ വേൽക്കാൻ രാജാവ് ആഗ്രഹിക്കുന്നുവെന്നോ? എന്തു പറയണമെന്നറിയാതെ അല്പനേരം അവൻ മൗനമായി നിന്നു. പിന്നീട് അവൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, നാടുവാഴുന്ന രാജാവിനേക്കാൾ ഉന്നതനായ ഒരാളെ എൻ്റെ മകൾക്ക് ഭർത്താവായി ലഭിക്കാനില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ആഗ്രഹം സാധിക്കാം. എന്നാൽ അങ്ങ് എന്നോട് ഒരു ശപഥം ചെയ്യണം. ദാസൻ, രാജാവേ, ഇവൾക്കുണ്ടാകുന്ന പുത്രനെ അങ്ങ് രാജാവാക്കണം. രാജ്യം മറ്റാർക്കും നൽകാൻ പാടില്ല. ശന്തനു മഹാരാജാവ് ഇത് കേട്ടപ്പോൾ ഞെട്ടി. മുക്കുവ പെണ്ണിൽ അമിതമായ അഭിനിവേശമുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ പൊന്നോമന പുത്രനായ ദേവവ്രതനെ രാജാവാക്കാതെ മറ്റൊരാളെ രാജാവാക്കുന്ന കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹം മുക്കുവനോട് ഒന്നും പറയാതെ വൈക്ലഭ്യത്തോടെ രാജധാനിയിലേക്ക് മടങ്ങി. രാജാവിൻ്റെ ഹൃദയം മുഴുവനും മുക്കുവ പെണ്ണിലായിരുന്നു. എന്നാൽ അതിനുവേണ്ടി ഗാംഗേയനെ ഉപേക്ഷിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധി അനുവദിച്ചില്ല. അദ്ദേഹം വൈതരണിയിലായി. മുഖത്ത് എപ്പോഴും നിരാശയും ദുഃഖവും നിഴലിട്ടു നിന്നു. അച്ഛൻ്റെ മനസ്സിനെ ഏതോ കാര്യം വധിക്കുന്നുണ്ട് എന്ന് ബുദ്ധിമാനായ ദേവവ്രതൻ മനസ്സിലാക്കി. ഒരു ദിവസം അദ്ദേഹം അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എപ്പോഴും ദുഃഖിതനായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പതിവുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അച്ഛൻ ഇപ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. അങ്ങയുടെ ആദിക്കുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞാലും. തനിക്ക് ഒരു മുക്കുവ സ്ത്രീയിൽ അഭിനിവേശമുണ്ടെന്നും അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും എങ്ങനെയാണ് മകനോട് പറയുക? അതുകൊണ്ട് അല്പം വളച്ചുകെട്ടി രണ്ടാമതൊരു വിവാഹം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിക്കുന്ന വിധത്തിൽ ശന്തനു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. കുറച്ച് നാളുകളായി ഞാൻ വളരെ അസ്വസ്ഥനാണ്. നമ്മുടെ വംശത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ് എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം. നമ്മുടെ കുലത്തിൽ നീ മാത്രമായി ഒരൊറ്റ സന്താനമല്ലേ ഉള്ളൂ. നിന്നെപ്പോലെ ഒരു പുത്രനെ കൊണ്ട് ആർക്കും തൃപ്തിപ്പെടാം. എങ്കിലും പൗരുഷശാലിയും യുദ്ധ തൽപരനുമായ നിനക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ നമ്മുടെ വംശത്തിൻ്റെ കഥ അതോടെ അവസാനിക്കുകയില്ലേ? ഇതാണ് എൻ്റെ ദുഃഖകാരണം. ഞാൻ എൻ്റെ മനോഗതം നിന്നോട് തുറന്നു പറയുകയാണ്. ശന്തനുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛൻ്റെ അന്തർഗതം പൂർണ്ണമായും പുറത്തു വന്നില്ലെന്ന് ബുദ്ധിമാനായ ദേവവ്രതന് മനസ്സിലായി. അദ്ദേഹം മന്ത്രിമുഖ്യനെ കണ്ടു അച്ഛൻ്റെ ദുഃഖകാരണത്തെപ്പറ്റി തിരക്കി. മന്ത്രി ആദ്യമൊക്കെ ഒന്നും അറിവില്ല എന്ന വിധത്തിൽ മറുപടി പറഞ്ഞുവെങ്കിലും ദേവവ്രതൻ്റെ ചുഴിഞ്ഞുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് അറിവുള്ള വിവരം ദേവവ്രതനോട് പറയേണ്ടി വന്നു. മന്ത്രി പറഞ്ഞു,
മഹാരാജാവ് ഒരു മുക്കുവ പെണ്ണിനെ അത്യധികമായി പ്രേമിക്കുന്നു. അവളെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് ചില തടസ്സങ്ങളുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖകാരണം. തടസ്സകാരണങ്ങളും മന്ത്രി ദേവവ്രതനെ അറിയിച്ചു. മന്ത്രിയിൽ നിന്നും വിവരം ഗ്രഹിച്ച ഉടൻ തന്നെ ഋതുഭക്തനായ വത്സലപുത്രൻ ഏതാനും ക്ഷത്രിയ പ്രമാണിമാരോടുകൂടി ദാസന്റെ ഗൃഹത്തിലെത്തി. ദാസൻ യുവരാജാവിനെ ആദരവോടെ സ്വീകരിച്ചു. ദേവവ്രതം പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനു വേണ്ടി അങ്ങയുടെ മകളെ അർത്ഥിക്കാൻ വന്നതാണ്. ഞാൻ ഇനിയും എന്താണ് വേണ്ടത്? സത്യവതിയുടെ അച്ഛൻ ശന്തനുവിനോട് പറഞ്ഞ വ്യവസ്ഥകളെല്ലാം ദേവവ്രതനോടും പറഞ്ഞു. അപ്പോൾ ഗാംഗേയൻ കൂടെ വന്നിരുന്ന ക്ഷത്രിയ പ്രമാണികളുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചു. ഭീഷ്മപ്രതിജ്ഞ എന്ന അധ്യായം നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.